ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നാടിനെ പറ്റിയാണ്. എൻ്റെ നാട് കാരൂർക്കാവാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്നാണ് നമ്മുടെ നാടൊക്കെ കാണിച്ചു തരാനാണ്. ഇത് വളരെ സുന്ദരമായ ഒരു നാടാണ്. എൻ്റെ നാട്ടിൽ വയലുകളും വരമ്പുകളിലും കായലുകളും ചെറിയ ചെറിയ പുഴകളും ഉണ്ട്. ഇതിനകത്ത് കുറേ മീനുകളും ഉണ്ട്. നമുക്ക് നേരെ അങ്ങ് നടന്നു പോകാം. ഗേസ്, ഇതാണ് കായലുകൾ. ഇവിടെ വളരെ ചെറുതാണ്. നല്ല സുന്ദരമായ തോടുകളാണ്. ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. മെയിനായിട്ട് പരലുകളും പിന്നെ കുറേ മുള്ളുള്ള മീനുകളും. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഗേസ്, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ കൂടെ വന്ന് പട്ടിക്കുട്ടി കുളത്തിൽ വീണു. ഗേസ്, ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ആമ്പൽ പൂകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കര തേനീച്ചകൾ കാണാൻ ഇവിടെ. ഗേസ്, ഇത് ആമ്പൽ പൂക്കളാണ്. ഗേസ്, ഇതൊരു ചെറിയ ആമ്പൽ കുളമാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ കായലിൻ്റെ എൻഡിങ്. ഈ കുറേ നദികളിൽ നിന്ന് തന്നെ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇനി തനിച്ചൊരു ആമ്പൽപ്പൂ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കായലിൻ്റെ എൻഡിങ് ആണ്. ഗേസ്, ഇവിടെ ഒരു പാലമുണ്ട്. നമ്മളെ കൂടെ തന്നെ പട്ടിക്കുട്ടിയാണ് ഫ്രണ്ടിൽ പോണേ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മീൻ ചൂണ്ടയിടാം. ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കാം. ഗേസ്, ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതുവഴി പോയാൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഇനിയും കുറേ പോകുന്നുണ്ട്. ഗേസ്, അപ്പുറം അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ഗേസ്, അതാണ് ദേവീക്ഷേത്രം. ഇതാണ് ഞങ്ങളുടെ നാട്. ഗേസ്, നിങ്ങൾക്ക് നാട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ പോയിട്ട് ഒരു റെഡ് കളർ ഹാർട്ട് കമൻറ്റ് ചെയ്യും. ഗേസ്, ഇവിടെ ഒരു കൃഷിയിടമുണ്ട്. നമ്മൾ ഈ പാലത്തെ കൂടെ വേണം പോകാൻ. ശ്രദ്ധിച്ച് വേണം ഗേസ് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ വീഴും. ഇതിപ്പോൾ പയറ് കൃഷിയാണ്. അപ്പുറത്ത് നെല്ലുണ്ട്. ഗേസ്, വളരെ നല്ലൊരു നാടാണിത്. ഇവിടെ അടുത്തായിട്ട് നെല്ല് കൃഷിയുണ്ട്. അവിടെ കുറച്ച് വീടുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാടൊരു മനോഹരമായ നാടാണ്. എന്നിട്ട് ആമ്പൽ പറിക്കാൻ നേരത്ത് ശ്രദ്ധിക്കണം. കാരണം ആമ്പലിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. കേസ്, ശ്രദ്ധിക്കുക. കേസ്, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോവുകയാണ്. കേസ്, നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരു ആമ്പൽപ്പൂ പറിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ നല്ലൊരു സേവ് ദ ഡേറ്റ്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ മതി. നല്ല രീതിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ ഒരു 2 പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. കേസ്, ആ വൈദ്യുതി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വരുന്നത് പോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അതാത് ദേശങ്ങളെ രക്ഷിക്കാനായിട്ട് ആ ഗ്രാമപരദേവതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാമൂർത്തികളാണ് ദേവതകൾ. ആ വിവാദത്തെ അപ്പോൾ അതിന് വേറെ തടസ്സങ്ങൾ വലിയ തടസ്സങ്ങളായിട്ട് വരും. ഇപ്പെല്ലാം ആ തടസ്സം ഉണ്ടായി നമ്മളെ രക്ഷപ്പെട്ടതാണ്. അടുത്ത പ്രാവശ്യം ആ നടത്താൻ നമുക്ക് ഭഗവാൻ